നേരിട്ട് ഒരു കുറ്റകൃത്യം ചെയ്യാത്ത ആളുകളെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ സംഗതി, അതായത് ആ കോൺസ്പിറസിയെ പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ മെമ്മറി കാർഡിൻ്റെ ഒറിജിനൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു കോപ്പി മാത്രം കോടതിയിലെത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷന് കൃത്യമായ രീതിയിൽ ഈ കേസ് ട്രയലിൽ എവിഡൻസ് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിശക്തമായ സൂക്ഷ്മമായ അന്വേഷണമാണ്. അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് രണ്ട് പ്രഗത്ഭരായ അഭിഭാഷകർ ഇട്ടിട്ട് പോയി? കോടതിയുടെ സമീപനം എന്തായിരുന്നു? മറ്റൊന്നും കൂടിയാണ്. ഈ കേസ് ഇത്ര പേര് കൂറുമാറിയിട്ടുണ്ട്. ഇപ്പം അപ്പീൽ പോയിട്ട് നമുക്കറിയാം, ഈ വെറുതെ വിട്ടുന്നതിൽ അപ്പീലൊന്നും ഹൈക്കോടതി അടുത്ത കാലത്തൊന്നും എടുക്കാൻ പോകുന്നില്ല. 8-ാം പ്രതിയും സംഘവുമല്ല, അനുചരന്മാരുമല്ല എന്നാണല്ലോ കോടതി കണ്ടെത്തിയത്. എങ്കിലാര്? നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്ന് വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 8-ാം പ്രതിയായിരുന്ന ചലച്ചിത്ര താരം ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി കോടതി വെറുതെ വിടുകയും ചെയ്തു. ഇതോടുകൂടി നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് MS സജി. ഇത്രയധികം ശ്രദ്ധ ആകർഷിച്ച മറ്റ് കേസുകൾ വളരെ കുറവാണ്. 3 വർഷം മുമ്പ് വിധി പറഞ്ഞ ബിഷപ്പ് ഫ്രാങ്കോ കേസ്, പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ പഠിച്ച രാജൻ കേസ്. ഇത്തരം കേസുകളൊക്കെയാണ് കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ച കേസുകൾ. ഈ കേസിൽ ഒരു സവിശേഷതയുണ്ട്. ഈ കേസിലെ ആരോപണം തന്നെ നമുക്കറിയാവുന്നതുപോലെ അതിപ്രശസ്തയായ ഒരു സ്ത്രീയെ ലൈംഗിക പീഡനത്തിന് അഥവാ ബലാത്സംഗത്തിന് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആളുകളെ നിയോഗിക്കുക, അവരത് ചെയ്തിട്ട് അതിൻ്റെ ഏൽപ്പിച്ച എന്ന് പറയുന്ന പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ച് ആരോപിക്കപ്പെടുന്ന ആൾക്ക് അതിൻ്റെ മെമ്മറി കാർഡ്, അതിൻ്റെ ദൃശ്യങ്ങൾ എത്തിക്കുക. ഇതിൽ നിന്നാണല്ലോ ഈ കേസുകൾ ആരംഭിക്കുന്നത്. ഈ കേസിൽ കുറച്ച് ടേണിംഗ് പോയിന്റ്. ഞാൻ ഇതിൻ്റെ ആരംഭത്തിലേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കാം. സത്യത്തിൽ ഈ പെൺകുട്ടി ആദ്യമായിട്ട് നമുക്കറിയുന്നത് പോലെ നടൻ ലാലിൻ്റെ വീട്ടിലെത്തുന്നു. ആൻഡോ ജോസഫിനെ വിളിക്കുന്നു. ആൻഡോ ജോസഫിൻ്റെ അയൽവാസിയും അന്തരിച്ച പ്രഗത്ഭ കോൺഗ്രസ് നേതാവുമായ PT തോമസ് രംഗപ്രവേശം ചെയ്യുന്നു. ഈ PT തോമസിൻ്റെ ശക്തമായ ഇടപെടലിലാണ് ഇത് കേസായി മാറുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. PT തോമസ് അപ്പോൾ തന്നെ IG വിളിക്കുന്നു, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു, അദ്ദേഹം വളരെ ധൈര്യം കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ കേസ് ട്രെയിനിങ് ചെയ്യുന്നത്. തോമസ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സാക്ഷിയായി വിസ്തരിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ്. പിന്നീടുള്ള ഈ കാലയളവിലെ ഈ കേസിൻ്റെ സംഭവവികാസങ്ങളാണ് വളരെ നാടകീയമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ആദ്യം ഇത് കൃത്യം ചെയ്തവനെ പിടിക്കുന്നു, പോലീസ് ബലമായിട്ട് കോടതി പരിസരത്തിട്ട് പിടിക്കുന്നു. ഇവിടുന്ന് ജയിലിൽ നിന്ന് നടന്ന ചില കറസ്പോണ്ടൻസിൻ്റെ പേരിൽ ഇപ്പോൾ വെറുതെ വിടപ്പെട്ട 8-ാം പ്രതിയായ നടൻ പ്രതിയാക്കപ്പെടുന്നു. 85 ദിവസം അയാൾ. പിന്നെ അവിടെ ഒരു കോൺസ്പിറസി തിയറി, ഗൂഢാലോചന സിദ്ധാന്തം രൂപപ്പെട്ട് വരികയാണ്. നേരിട്ട് ഒരു കുറ്റകൃത്യം ചെയ്യാത്ത ആളുകളെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ സംഗതി, അതായത് ആ കോൺസ്പിറസിയെ പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്ത് നാടകീയമായി രംഗപ്രവേശം ചെയ്യപ്പെട്ട നമുക്കറിയാം അന്തരിച്ച ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ്റെ മൊഴികളും അയാൾ കൊടുത്ത തെളിവുകളും കൂടെ വെച്ചിട്ടാണ് പിന്നീട് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഈ സംഭവത്തെ രണ്ടായി തിരിക്കാം. ഒന്ന്, ഈ സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു, ഈ പീഡനത്തിന് വിധേയാക്കുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത്, അത് ഏൽപ്പിക്കപ്പെട്ട ജോലി പൂർത്തീകരിക്കുന്നു. അതിനു മുമ്പുള്ള ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തിനാണ്? ഇപ്പോൾ ഈ ശിക്ഷിക്കപ്പെട്ട 6 പേരും ക്രിമിനലുകളായിരിക്കാം, എന്തും ആവട്ടെ, അവർക്ക് ഏതായാലും ഈ സ്ത്രീയോട് വ്യക്തിപരമായി ഒരു വിരോധമില്ല എന്ന് നമുക്കൊക്കെ കാണാം. മാത്രവുമല്ല, ഇത്രയും പ്രശസ്തയായ ഒരു സ്ത്രീയെ ഇങ്ങനെ ഒരു രാത്രിയുടെ മറവിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കളയാം എന്നൊന്നും ഒരു ക്രിമിനൽ സൈക്കോളജി അങ്ങനെ പറയുന്നില്ല. അൺലെസ് അതിന് ശക്തമായ പിന്തുണയും വാഗ്ദാനങ്ങളും ഇല്ലെങ്കിൽ അത് ചെയ്തത് ആരാണ്? അതില്ലാതെ ശൂന്യതയിൽ നിന്ന് ഈ കേസ് പൊട്ടിപ്പുറപ്പെടുകയില്ല എന്നുള്ളത് നമ്മുടെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. നമുക്ക് വളരെ യുക്തിപൂർവ്വം ആലോചിച്ചറിയുന്നത് അത് അങ്ങനെയാണല്ലോ ഈ നടൻ ഈ രംഗപ്രവേശനം ചെയ്യപ്പെടും. ഇന്ന് രാവിലെ പിന്നീട് ഈ കേസിലെ ഈ രാവിലത്തെ സംഭവം പറഞ്ഞതിന് മുമ്പ് ഈ കേസിലുണ്ടായ ചില ഡെവലപ്മെൻറ്റുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ മെമ്മറി കാർഡിൻ്റെ ഒറിജിനൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു കോപ്പി മാത്രം കോടതിയിലെത്തിയിട്ടുണ്ട്. ഈ കോടതിയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ കോടതി നടപടികൾ ആദ്യം നമുക്കറിയാം, ഏത് സെഷൻസ് കേസും ഏത് വലിയ പ്രധാനപ്പെട്ട കേസുകൾ ആദ്യം മജിസ്ട്രേറ്റ് കോർട്ടിലെത്തുന്നു. പിന്നീട് അന്വേഷണമൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ കുറ്റപത്രം പൂർത്തിയാകുമ്പോഴാണ് സെഷൻസിലേക്ക് ആ കേസ് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്ന രൂപത്തിൽ പോകുന്നത്. ഇപ്പോൾ 2 കോടതികളുടെ കസ്റ്റഡിയിലേക്കാണ് ഈ തെളിവുകൾ മുഴുവൻ പോകുന്നത്. നമുക്കറിയാം, ലോക ശ്രദ്ധ ആകർഷിച്ച ലോകത്തിലെ മലയാളികൾ എവിടെയുണ്ടോ അവരൊക്കെ ആശങ്കയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും കാത്തിരുന്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് 3 തവണ
പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. നമുക്കറിയാം വളരെ വിവാദമായ ഒരു സംഗതിയായിരുന്നു. ഒരിക്കൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോർട്ടിൽ വെച്ച് മാറിയിട്ടുണ്ട്, 2 തവണ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ടിൽ വെച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രയലിനെ, ഇത്തരം വിചാരണയെ കോടതികൾ, ജുഡീഷ്യറി എങ്ങനെയാണ് കൊണ്ടു നടന്നത് എന്നുള്ളതാണ് എൻ്റെ ആശങ്ക സത്യം പറഞ്ഞത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു, ആരും തുടർന്ന് പരിശോധിച്ചു, അത് അതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം ഉണ്ട് ഹൈക്കോടതിയിൽ. അങ്ങനെ ഇപ്പോഴും ഒരു കംപ്ലയിൻറ്റ് കിടപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെ എത്തിയത് വർഷങ്ങളായില്ലേ, അതവിടെ അൺഎൻഡിങ് ആയി കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ കേസിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട പ്രോസിക്യൂഷൻ എവിഡൻസ്, ഇപ്പോൾ നമുക്കറിയാം ഈ ഫിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമൊക്കെ 2018 കൊണ്ടുവന്നതാണ്. അത് സാക്ഷികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി സുപ്രീം കോടതി ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഭീഷണിയുടെ പേരിലാണെങ്കിലോ ഏതെങ്കിലും ഒരു അവസ്ഥയുടെ പേരിലോ സാക്ഷികൾക്ക് സ്വതന്ത്രമായും ജീവൽ ഭയമില്ലാതെയും സ്വാധീനിക്കപ്പെടാതെയും സാക്ഷിമൊഴി കൊടുക്കാനുള്ള ഒരു അവസ്ഥ, അതിനുവേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഫ്രാങ്കോ കേസിൽ പ്രതിയായ കേസിലൊക്കെ കന്യാസ്ത്രീ ഇപ്പോഴും പ്രൊട്ടക്ഷനില്ല. അവർ മൂവാറ്റുപുഴ ഒരു കോൺവെന്റിലുള്ള സ്ത്രീ ഒരു 8-6 വർഷമായിട്ട് 2019 മുതൽ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ ആ കേസ് അപ്പീലിൽ കിടക്കുകയാണ്. അപ്പം ഇത്ര സൂക്ഷിച്ച് വേണം സ്റ്റേറ്റിൻ്റെ ഭാഗമുള്ള ജുഡീഷ്യറി ഈ തെളിവുകളെയും സാക്ഷികളെയും സംരക്ഷിക്കുകയും ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ജൂറിസ്പ്രുഡൻസ് മാറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ നമ്മുടെ ലോവർ കോടതികൾ പലപ്പോഴും മറന്നു പോകുന്നത് എന്നുള്ളത് ആശങ്കാപരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ കേസിലെ വിധിയുടെ മെറിറ്റ് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ വിധിന്യായം വായിച്ചിട്ടില്ല, ചിലപ്പോൾ ഞാനാണ് ജഡ്ജെങ്കിൽ ഞാനും വെറുതെ വിട്ടിരിക്കാം, അതവിടെ നിൽക്കട്ടെ. ഒരു കേസിന് ഫെയ്റ്റ് ഉണ്ട്, 50% ശിക്ഷിക്കാൻ സാധ്യതയുള്ളൂ. ശിക്ഷിക്കോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. പ്രോസിക്യൂഷന് കൃത്യമായ രീതിയിൽ ഈ കേസ് ട്രയലിൽ എവിഡൻസ് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം കേരളത്തിലെ വളരെ കൃതഹസ്തരായ പ്രഗത്ഭരായ 2 പ്രോസിക്യൂട്ടർമാർ വഴിക്ക് വെച്ചിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് സുരേഷ് ഫ്രം തൃശ്ശൂർ, മിസ്റ്റർ അനിൽകുമാർ ഫ്രം എറണാകുളം, സീനിയർ അഡ്വക്കേറ്റ്സ് ആണ്. അദ്ദേഹം CBIയുടെ സീനിയർ ലോയറായിരുന്നു അനിൽകുമാർ. ഇവരൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്കിത് വയ്യ, ഈ കോടതിയിൽ ഇത് കേസുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളുണ്ട്, അവർക്ക് കംഫർട്ടബിളായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ, സാധാരണ പ്രതിഭാഗമാണ് പറയേണ്ടത്. നമ്മളൊക്കെ ഇടപെടുന്ന പല കേസിലും പ്രതിഭാഗ അഭിഭാഷകരാണ് ഡിസ്റ്റർബൻസ് കൂടുതലാണ്, പ്രോസിക്യൂട്ടർ ഇടപെടുന്നു, കോടതി ബയസ്ഡ് ആവും എന്നൊക്കെ പറയുന്നത്. നേരെ തിരിച്ച് പ്രോസിക്യൂട്ടർമാർ കൃതഹസ്തരായിട്ടുള്ള പരിചയസമ്പന്നരായ 2 പേർ, പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള 2 പേർ പ്രഗത്ഭരായ അഭിഭാഷകർ ഞങ്ങളെ കൊണ്ട് നടത്താനാവില്ല എന്ന് പറയുന്നൊരവസ്ഥ ആ ട്രയൽ കോടതി സംജാതമായിട്ടുണ്ട് എങ്കിൽ അതാണ് കൂടുതൽ ആശങ്കാകുലമാക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ വിട്ടവരെ വിടുവോ, പിന്നെ അതൊക്കെ കോടതിയുടെ തീരുമാനമാണ്. ഫെയർ ട്രയൽ നടന്നു, നിഷ്പക്ഷമായ എല്ലാ സാക്ഷിമൊഴികളും അവതരിപ്പിക്കുവാനുള്ള അവസരം പ്രോസിക്യൂഷന് കിട്ടിയോ, പ്രോസിക്യൂഷന് വേണ്ട രീതിയിൽ ഈ വിചാരണ മധ്യേ പ്രോസിക്യൂഷൻ്റെ അവകാശം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടിയോ, ഇത്തരം കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇത് ചർച്ചയാവേണ്ടതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഈ കേസിനെ കൂടുതൽ പിന്നെ ഒരേ സമയം പ്രസിദ്ധമാക്കിയതും കുപ്രസിദ്ധമാക്കിയതും ഈ ട്രയലിൻ്റെ സമയത്ത് നടന്നു എന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ട്രയൽ, ഞാൻ ആ ട്രയൽ കണ്ടിട്ടില്ല. പക്ഷേ പലരും പറഞ്ഞത് ഒരു നിഷ്പക്ഷ ട്രയൽ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ ഉണ്ടാകുന്ന വിശ്വാസത്തെ അത് ബാധിക്കുമോ? ബാധിക്കും. കാരണം അതിപ്രശസ്തയായ ഒരു സ്ത്രീ, കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയയായ ഒരു യുവതിയെ ഇങ്ങനെ രാത്രി തുടങ്ങുന്ന ഒരു അവസരത്തിൽ രാത്രി ഒരു 9-10 മണി വരെ എറണാകുളം പോലൊരു മഹാനഗരത്തിലൂടെ കൊണ്ടു നടന്നിട്ട് അതിക്രൂരമായ ലൈംഗികപീഡനത്തെ ഏർപ്പാടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എൻ്റെ മക്കളും എൻ്റെ പെങ്ങന്മാരും എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളുടെ പെങ്ങന്മാരും നമ്മുടെ വൃന്ദത്തിലുള്ള ആളുകളുടെ സുരക്ഷ എന്താണ് എന്നുള്ളൊരു ചോദ്യം മലയാളിയിൽ ആഴത്തിൽ ഇറങ്ങിയെന്നേ. ഇത് ഈ പറയുന്ന നടൻ, 8ാം പ്രതിയായ നടൻ ചെയ്തോ ഇല്ലയൊന്നൊന്നും അല്ല എൻ്റെ പ്രശ്നം നീതിന്യായ വ്യവസ്ഥയിലെ നീതി തരുന്ന ഒരു ശക്തിയുണ്ട്, നമുക്ക് സംരക്ഷണമുണ്ട്, നമുക്കൊരു വ്യവസ്ഥിതിയുണ്ട്, കോടതിയുണ്ട്. എന്ത് ചെന്നാലും കോടതിയിലേക്ക് എത്തിയാൽ മതി, കോടതി നിഷ്പക്ഷമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരും എന്ന് പറയുന്ന ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണോ ഈ കേസിൻ്റെ വിചാരണകൾ നടന്നതെന്നുള്ളതും അതിൻ്റെ ഒരു അനന്തരഫലമാണോ ഈ വിധി എന്നുള്ളതുമാണ് എന്നെ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യങ്ങളിൽ സമൂഹത്തിൽ ശക്തമായ സംശയം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ കാര്യം ഞാൻ പറയാൻ ആരംഭിച്ചു എന്നോട് പറയുന്നത്, ഈ ശ്രീമതി ഉമാ തോമസ് MLA അദ്ദേഹം PT തോമസിൻ്റെ ഭാര്യയാണല്ലോ, ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു. ഈ കേസ് തോമസിന്റെ പുറത്ത് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാം. തോമസ് പിന്നെ വളരെ ഇന്റഗ്രിറ്റി ഉള്ള ആളാണ്, ഒരു സമ്മർദ്ദത്തിലും വീഴുന്ന ആളല്ല, ഭയമുള്ള ആളല്ല. അതൊക്കെ നമുക്ക് കേരളത്തിൽ അറിയുന്നൊരു കാര്യമാണ്. ആ ശ്രമങ്ങൾക്കൊക്കെ ഒടുവിൽ അദ്ദേഹത്തിന്റെ ടയോട്ട കാറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, സർവീസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കൊണ്ടുവരുന്ന സമയത്ത്
എറണാകുളത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു മനുഷ്യൻ കൈ കാണിച്ചിട്ട് പറയുന്നത് കാർ നിർത്തു, ഈ കാർ അപകടത്തിൽ ഇങ്ങനെ ആടി ഉലയുന്നുണ്ടെന്ന് നോക്കുമ്പോൾ 4 കാറിൻ്റെയും ബോൾട്ട് ഇളകിയിരിക്കുകയാണ്. 4 ടയറിൻ്റെയും കാറിൻ്റെ 4 ടയറിൻ്റെയും ബോൾട്ട് ഇളകി. അപ്പം PT തോമസിന് അപ്പോൾ തന്നെ ടയോട്ടയിൽ നിന്ന് ആൾ വന്നു. ഇന്ന് മിസ്സിസ് തോമസ് പറയുന്നത് ഞാൻ കേട്ടതാണ്. ഒന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല സാർ, കാരണം ഞങ്ങൾ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് ഈ സംഗതി സർവീസ് സ്റ്റേഷനിൽ പുറത്തേക്കായി. അപ്പൊ തോമസിന് പോലും, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനും ശക്തനുമായ ഒരു മനുഷ്യന് പോലും ഇത്തരം ഒരു സംശയാസ്പദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഫ്രം ദ റൈറ്റ് ബിഗിനിങ് ഈ കേസിന്റെ ട്രയൽ ഫെയർ ആയിരുന്നു എന്ന് നാം ആലോചിക്കേണ്ടത് തന്നെയാണ്. മറ്റൊന്നും കൂടിയാണ്, ഈ കേസ് എത്ര പേര് കൂറുമാറിയിട്ടുണ്ട്. സാക്ഷികൾ അതും പ്രശസ്തരായ കേരളം അറിയപ്പെടുന്ന സിനിമാ നടന്മാരും നടികളും ഇല്ലേ? തീർച്ചയായിട്ടും. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇവനൊക്കെ വല്ല ബാധ്യതയുണ്ടോ? കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ ആളുകൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഇവനും ഓളൊക്കെ തിന്നു കൊഴുത്ത് തടിച്ച് മറ്റേ വലിയ കാറുകളിലൊക്കെ നടന്ന് ബംഗ്ലാവിലൊക്കെ പോയിട്ട് ഈ അഹങ്കാരം കാണിക്കുന്നത്. ഈ സമൂഹത്തോട് നീതിബോധമല്ല, നിങ്ങൾ മാറ്റി പറയും. കണ്ടൊരു കാര്യം നിങ്ങൾ മാറ്റി പറയും. ആരെങ്കിലും ഇന്റഗ്രിറ്റിയുള്ള ഒരുത്തം മാറ്റി പറയും. സിനിമാക്കാർ പറയായിരിക്കും. ഇതൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ്? തീർന്നിട്ടില്ല. ഈ പറയുന്ന 8-ാം പ്രതി രോഗമില്ലാതെ രോഗം അഭിനയിച്ചു ആലുവയിൽ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ കിടന്നു എന്ന് പറഞ്ഞൊരു എവിഡൻസ് ഉണ്ട്. അപ്പം നേഴ്സ് വന്ന് മൊഴി കൊടുത്ത് 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു, കാര്യം അസുഖമൊന്നുമില്ല. അതിനെ വിരുദ്ധമായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഉടമ ഒരു ഡോക്ടർ, അയാളുടെ ബന്ധം ഹൈദരാലി ഏതാണ്ട് ഒരു പേര്, അയാൾ ഒന്ന് കൂറുമാറിയുന്നേ. സമൂഹത്തിലെ പ്രശസ്തരായ അതിൻ്റെ സമൂഹത്തോട് ഉത്തരവാദിത്വവും സമൂഹം കൊണ്ട് ജീവിക്കുന്നതുമായ നടനായിക്കോട്ടെ, നടിയായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഇവരൊക്കെ കൂടെ കൂടുന്ന ഈ സാമൂഹ്യാവസ്ഥയിൽ നീതി നടപ്പാകുന്നെന്ന് എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ട് തന്നെ ഈ പ്രൊസീജിയറിൽ ഇപ്പം അപ്പീൽ പോയിട്ട് നമുക്കറിയാം, ഈ വെറുതെ വിട്ടുന്നതിൽ അപ്പീലൊന്നും ഹൈക്കോടതി അടുത്ത കാലത്തൊന്നും എടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജീവനം കിടക്കുന്നതിൻ്റെ അപ്പീൽ എടുക്കുന്നതിന് സമയമില്ല. അത് തന്നെ വർഷങ്ങളോളം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പതിറ്റാണ്ടുകൾ സംവത്സരങ്ങൾ കഴിഞ്ഞാലേ ഈ വെറുതെ വിടലിൽ ഒരു അപ്പീലൊക്കെ എടുക്കുള്ളൂ. അപ്പം തന്നെ ഈ കേസും ഈ ഒക്കെ വിസ്മൃതിയിലാകും, തലമുറ മാറും, വിഷയങ്ങൾ മാറും, അനുഭവിച്ച സ്ത്രീ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഉപകരണങ്ങളായി ആളുകളെ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് സ്കീം ചെയ്ത ആളുകൾ അത് ആരാന്ന് കണ്ടുപിടിക്കട്ടെ. അതാരാന്ന്? ഇപ്പൊ ഇയാളല്ല എന്നാണല്ലോ 8-ാം പ്രതിയും സംഘവുമല്ല അനുചരന്മാരുമല്ല എന്നാണല്ലോ കോടതി കണ്ടെത്തിയത്. എങ്കിലാരെ എന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനില്ലേ? തീർച്ചയായിട്ടും. അതിൽ പ്രശസ്തയായ ഒരു സ്ത്രീയാണ് ഇങ്ങനെ ഇതാക്കിയെങ്കിൽ നാളെ എനിക്ക് എങ്ങനെ എൻ്റെ ബന്ധുക്കളെയോ എൻ്റെ സുഹൃത്തുക്കളെയോ ഈ റോഡിലേക്ക് ഇറക്കി വിടാൻ പറ്റൂ? അപ്പം ഈ കോൺസ്പിറസി പാർട്ട് അവിടെ നിൽക്കട്ടെ, ആ ചെയ്യിച്ചവൻ സേഫ് ആരും ആവട്ടെ. ആ ഉപകരണങ്ങൾ ഞാനൊരു കമ്പ്യൂട്ടർ എടുത്ത് നിങ്ങളെ അടിക്കുന്നു, കമ്പ്യൂട്ടറെ പിടിച്ച് അകത്തിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ചെയ്യിച്ചവനല്ലേ അതിൻ്റെ. മറ്റൊന്ന്, ഈ അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പം നമ്മൾ അന്വേഷിക്കേണ്ടത്. കാരണം കോൺസ്പിറസി തിയറി അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥ ആരൊക്കെ ആയിരുന്നാലും ശരി, അതിശക്തനായ പ്രതി, അതിസമ്പന്നനായ പ്രതി, സ്വാധീനമുള്ള പ്രതി, അങ്ങനെ പ്രതിയാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ, ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിശക്തമായ സൂക്ഷ്മമായ അന്വേഷണം വേണം. അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള അന്വേഷണത്തിൽ കണ്ടെടുക്കാമായിരുന്ന തെളിവുകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ടോ? അതിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടോ? അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരിലെ ഫോൺ കോളുകളടക്കം പരിശോധിച്ച് നോക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം വളരെ സൂക്ഷ്മമായി അന്വേഷിച്ച് കണ്ടെടുക്കേണ്ട ഇത്തരം തെളിവുകൾ അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല എങ്കിൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അതും ഒരു പ്രതിസന്ധിയാണ്. അപ്പം നിഷ്പക്ഷമായ അന്വേഷണം നടന്നു എന്നുള്ള കാര്യം എന്നെ ആശങ്കാകുലനാക്കുന്നു. ഫെയർ ട്രയൽ, യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷനു അർഹതപ്പെട്ട നീതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ള ഒരവസരം, ട്രയൽ അവിടെ നടന്നിട്ടുണ്ടോ, വിചാരണ നടന്നിട്ടുണ്ടോ എന്ന് തന്നെ ആശങ്കാകുലനാക്കുന്നു. എന്തുകൊണ്ട് 2 പ്രഗത്ഭരായ അഭിഭാഷകർ ഇട്ടിട്ടുപോയി? കോടതിയുടെ സമീപനം എന്തായിരുന്നു? ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വാധീനമുള്ളവനും പണമുള്ളവനും പ്രശസ്തിയുള്ളവനും പിന്നെ നമ്മളൊരു വാക്ക് ഉപയോഗിക്കല്ലോ, സെലിബ്രിറ്റിയോ, അങ്ങനെയൊക്കെ ആളുകൾക്കൊക്കെ എന്തുമാകാം. എന്തു ചെയ്താലും ഭരണകൂടവും അതിൻ്റെ ശാഖകളും, വിവിധങ്ങളായ 4 ശാഖകളാണല്ലോ ഭരണകൂടത്തിനുള്ളത്, ഒക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും എന്നുള്ള ഒരു മെസ്സേജ് തെറ്റായി ഈ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ തലമുറയോടും വരും തലമുറയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാതകമാണ്. ഈ കേസിൽ നിഷ്പക്ഷമായ വിചാരണയും അന്വേഷണവും വിചാരണയും കൺക്ലൂഷനിലൊക്കെ എത്തിയോ എന്നുള്ള കാര്യത്തിൽ ഏതൊരു പൗരനെ പോലെ ഞാനും സംശയിക്കുന്നു.